അതൊരു തമാശയാണ്, ഒരു ഒത്തുകളിയാണ്. മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി അയച്ച നോട്ടീസ് ഇപ്പോൾ ആകാശത്തിൽ പറന്നെടുക്കുക. അത് ഇല്ലത്തുനിന്ന് പുറപ്പെട്ടു, ഉമ്മത്ത് എത്തിയിട്ടുമില്ല. അത് എന്തിനാണ് അയച്ചത്, അതാർക്കാണ് അയച്ചത്, അത് കൈപ്പറ്റിയില്ലെങ്കിൽ അടുത്ത നടപടി എന്താണ്, ഇ ഡി വ്യക്തമാക്കട്ടെ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് എവിടെ എത്തി? അന്നും നോട്ടീസ് അയച്ചായിരുന്നു. വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു, അത് ഒതുക്കി തീർത്തു. ലാവ്ലിൻ കേസ് എത്ര പ്രാവശ്യം അവധി മാറ്റി, എത്ര കൊല്ലം നീട്ടി. ഇത് തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി കേന്ദ്ര കേരള സർക്കാരുകളുടെ ഒത്തുകളിയാണ്. ഒരു പുതുമയില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മല എലിയാണ് പ്രസവിക്കാൻ പോകുന്നത്. ലാവ്ലിൻ കമ്പനിയുടെ കേസ് വളരെ വ്യക്തമല്ലേ, അത് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ കേസ് നീട്ടിക്കൊണ്ടുപോകാനും ഇല്ലായ്മ ചെയ്യുവാനുമാണ് കേന്ദ്ര കേരള സർക്കാരുകളുടെ യോജിച്ച നീക്കങ്ങൾ നടക്കുന്നത്. ഇതും അത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു മസാല ബോണ്ടിൻ്റെ പേര്, അതേ ഉള്ളൂ. മസാല ബോണ്ട് കേസിൽ നേരത്തെ തന്നെ ഹൈക്കോടതിയിൽ പലതവണ ഈ വാദങ്ങൾ നടന്നിട്ടുള്ളതാണ്. അപ്പോഴും ഇഡി പറഞ്ഞിട്ടുണ്ട്, മുഖ്യമന്ത്രി അധ്യക്ഷനായ 17-അംഗ സമിതി. എന്താണ് ഇത്ര ഇങ്ങനെയൊരു ആ കാര്യത്തിൽ സീരിയസ് ആണെങ്കിൽ, ആത്മാർത്ഥതയാണെങ്കിൽ മറ്റു കേസുകൾക്ക് എന്താ? മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ലെറ്റ് ദം ആൻസർ. അതിൻ്റെ മറുപടി കിട്ടട്ടെ. ആ നോട്ടീസിൻ്റെ ഗതി എന്തായി, സ്ഥിതി എന്തായി? അതാ ഞാൻ പറഞ്ഞത്, അത് എവിടെയാണുള്ളത് വ്യക്തമാക്കട്ടെ. ഇതൊരു ഒത്തുകളി മാത്രമാണ്. താൽക്കാലിക തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട മാറ്റാൻ LDFനെതിരെയുള്ള ശക്തമായിട്ടുള്ള വാർത്തകൾ. ശബരിമലയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. കള്ളന്മാർക്ക് കഞ്ഞിവെക്കുകയാണ് CPM, കള്ളന്മാർക്ക് കാവൽ നിൽക്കുകയാണ് CPM. ഇന്നലെ കോഴിക്കോട് CPMൻ്റെ ജില്ലാ സെക്രട്ടറിയും പറഞ്ഞത് എന്താണ്? പത്മകുമാറിനെ തൊടില്ലെന്നാണ് പറഞ്ഞത്. ജയിൽ കിടക്കുന്ന, ശബരിമല സ്വർണം മോഷ്ടിച്ച് ജയിൽ കിടക്കുന്ന പത്മകുമാറിന് പരിവേഷം ചേർത്തുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. അതിനെയൊക്കെ ജനങ്ങൾ എതിർക്കുന്നത് കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു കുതന്ത്രം മാത്രമാണ്. ശരി, അങ്ങനെ ഞാൻ പത്രത്തിൽ നിന്ന് കണ്ടത്. 5 പേർക്കെതിരെ, അത് ഞാൻ പേപ്പറിൽ നിന്ന് കണ്ടത്. എല്ലാ കേസും അതിൻ്റെ വഴിക്ക് പോട്ടെ.